Praise be to Jesus Christ and blessed Virgin Mary. Welcome back to Catholic Vagaby. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഗർഭന്താൾ സന്ദേശങ്ങളുടെ ആദ്യത്തെ ബാച്ച് പുസ്തകങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 500 കോപ്പിയെങ്കിലും കിട്ടിയാലേ നമുക്കിത് പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പുസ്തകത്തിന് ഭയങ്കര വിലയായി പോകും. അപ്പം കൂടുതൽ കോപ്പികൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മിനിമം എമൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പുസ്തകം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ 500 കോപ്പി ആയാലേ എനിക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റീഫണ്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് പുസ്തകത്തെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ്. പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: കൂദാശകളുടെ പരികർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് ഇടവകയിലെ അജപാലന പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ടെന്ന് ലിയോ 14 പാപ്പ. സമൂഹം വഴിയോ കുടുംബം വഴിയോ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് താനേ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന പഴയ ധാരണ ഇനി പ്രസക്തമല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മാറിയ കാലഘട്ടത്തിൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വിശ്വാസം കൈമാറ്റത്തിന് അടിയന്തര പ്രാധാന്യം നൽകണമെന്നും റോമാ രൂപതയിലെ വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പാപ്പ വ്യക്തമാക്കി. അപ്പോൾ പാപ്പ പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. യൂറോപ്പിൽ ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതായത് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എനിക്ക് എൻ്റെ വിശ്വാസത്തെപ്പറ്റി ഒരു ധാരണയുണ്ട് എന്ന്? ഈവൻ ഞാൻ ഈ ദണ്ഡീവമോചനത്തെപ്പറ്റി പോലും വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതൊരു ഡൗട്ടാണ്, നോമ്പ് കാലത്ത് മാത്രമുള്ളതാണോ ഈ ദണ്ഡവിമോചനം എന്നുള്ളത്? അല്ലെങ്കിൽ ദണ്ഡവിമോചനം സ്വീകരിച്ചാൽ പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുമോ? കുമ്പസാരിക്കാൻ ആവശ്യമുണ്ടോ? ഈവൻ കുമ്പസാരവും കൗൺസിലിങ്ങും, സ്പിരിച്വൽ ഷെയറിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ കൗൺസിലിംഗ്, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെയുള്ള സ്പിരിച്വൽ കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഞാനിതാരും കുറ്റപ്പെടുത്തി പറയുന്നല്ല. നമ്മുടെ പൂർവികർക്കോ അല്ലെങ്കിൽ നമുക്കോ തന്നെ സംഭവിച്ചിട്ടുള്ളൊരു അപചയം, വിശ്വാസം കൈമാറ്റം നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയുകയാണ്, പണ്ടത്തെ പോലെ കൂദാശകൾ മാത്രം പരികർമ്മം ചെയ്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പരമ്പരാഗത ശൈലിയിൽ മാറ്റം വരുത്തണം എന്ന്. ഇതിനർത്ഥം എന്താണ്? ഇതിനർത്ഥം മറ്റൊന്നുമല്ല, ഇവാഞ്ചലൈസേഷനാണ്. അപ്പോൾ പാപ്പ തുടരുകയാണ്: മാമോദീസ സ്വീകരിച്ച ഒരു വിഭാഗം ആളുകൾക്ക് സഭയുമായുള്ള ബന്ധം അനുഭവവേദ്യമാകുന്നില്ലെന്ന് എളിമയോടെ നാം മനസ്സിലാക്കണം. വിശ്വസിക്കാത്ത ഒരാൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? പ്രഘോഷിക്കുന്ന ഒരാളില്ലാതെ എങ്ങനെ അവർക്ക് ശ്രവിക്കാൻ സാധിക്കും? എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ പാപ്പ ഉദ്ധരിച്ചു. കുട്ടികളെയും യുവാക്കളെയും കുടുംബങ്ങളെയും സഭാപ്രവർത്തനങ്ങളിൽ പങ്കുചേർക്കാൻ പരിശ്രമിക്കണമെന്നും വിശ്വാസം കൈമാറുന്നതിനായി പുതിയ വഴികൾ തേടണമെന്നും പാപ്പ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അപകടമാണിത്. ഓൾറെഡി യൂറോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചു കഴിഞ്ഞു. അതിന് എക്സ്ട്രീം ലെവലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്നുമല്ല, പള്ളികൾ വിൽക്കപ്പെടുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളത് എതിർത്തിട്ട് കാര്യമില്ല. പള്ളികൾ വിൽക്കപ്പെടുന്നു, ബാറുകളായി മാറുന്നു. അൾത്താരയിൽ നിന്ന് മദ്യപിക്കാൻ കൂടുതൽ കാശ് കൊടുത്താൽ അൾത്താരയിൽ നിന്ന് മദ്യപിക്കാം. അത് മോസ്കുകളായി മാറുന്നു, ഓഡിറ്റോറിയമായിട്ട് മാറുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രൂപതയ്ക്ക് ഈ പള്ളിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആൾക്കാരില്ല. ജർമ്മനിയിൽ ഞാൻ കഴിഞ്ഞ 2 വർഷം മുൻപ് ഞാൻ വായിച്ചത് 30 ഇടവകകൾ അവർ മേർജ് ചെയ്ത് ഒന്നാക്കി മാറ്റി എന്ന്. അത്രത്തോളം വിശ്വാസികൾ കുറഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, വിശ്വാസ കൈമാറ്റം നടന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരളത്തിലെ കാറ്റഗിസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് വിശ്വാസം ലഭിക്കുന്നത്, പ്രാഥമികമായിട്ടുള്ള വിശ്വാസം ലഭിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, എൻ്റെ അപ്പനമ്മയിൽ നിന്നാണ്. എൻ്റെ അപ്പനമ്മയ്ക്ക് ലഭിക്കുന്നത് അവരുടെ അപ്പനമ്മയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഏതോ ഒരു അപ്പനമ്മയ്ക്കും ഒരു സുപ്രഭാതത്തിൽ വിശ്വാസം ദൈവം അവരുടെ ആത്മാവിൽ നിക്ഷേപിച്ചതല്ലല്ലോ. ആരോ വന്ന് അവരോട്
സുവിശേഷം പറഞ്ഞു, ആര് അവർക്ക് കാറ്റഗിസം എടുത്തു, അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പിഴവ് വരുന്നത് ഈ കാറ്റഗീസത്തിൽ നിന്ന് തന്നെയാണ്. ഇത് പറയുമ്പോൾ ചില വൈദികർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. കുടുംബത്തിൽ നിന്നാണ് വിശ്വാസം വരേണ്ടതെന്ന് പറയും. അത് സത്യം തന്നെയാണ്. പക്ഷേ ഈ കുടുംബത്തിലുള്ള വിശ്വാസം, പാപ്പ പറഞ്ഞതുപോലെ വിശ്വാസത്തെപ്പറ്റി കേൾക്കാതെ, വിശ്വാസത്തെപ്പറ്റി അവരോട് പറയാതെ അവർക്കിങ്ങനെ വിശ്വാസം വരും. നമുക്കിത് നാരായണേട്ടൻ്റെ കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് സഭ കൊടുക്കേണ്ട സാധനമാണ്. സഭ കൊടുത്താലേ എൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടൂ. സഭ നൽകിയാലേ എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ നിന്നും വിശ്വാസം അടുത്ത തലമുറയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ കുടുംബത്തിൽ വിശ്വാസം വരണം. ആ വിശ്വാസം കൊടുക്കേണ്ടത് സഭയാണ്. അപ്പോൾ നമ്മുടെ കാറ്റഗീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഉള്ള ഒരു മേഖലയാണ്. കാറ്റഗീസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഞായറാഴ്ച കഴിഞ്ഞ അടുത്ത ദിവസം അമ്പലത്തിൽ പോയെടുത്ത് അവിടുത്തെ പരിപാടിയിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട് വാട്സാപ്പിൽ. യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കാത്ത ടീച്ചേഴ്സുണ്ട്. ഈ കാറ്റഗീസത്തിന് വരണമെന്ന് നിർബന്ധം പിടിക്കാത്ത ടീച്ചർമാരുണ്ട്. അതൊക്കെ അവരവരുടെ ഓപ്ഷൻ എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇൻ്റർവ്യൂ വഴി, നമ്മുടെ ക്രിസ്ത്യൻ സ്കൂളുകളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ ഇൻ്റർവ്യൂ വഴി നമ്മൾ എടുക്കുമ്പോൾ, ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ കാറ്റഗീസത്തിൽ അങ്ങനെയൊന്നുമില്ല. ആരാണ് റെഡി, അത് +2 കഴിഞ്ഞവനാണെങ്കിലും ശരി, വഴി കൂടെ പോകുന്നവനാണെങ്കിലും ശരി, പള്ളിയിലൊക്കെ വരുന്ന വ്യക്തിയാണോ എന്ന് മാത്രം നോക്കി ആണ് ഒരു വ്യക്തിയെ കാറ്റഗിസത്തിലോട്ട് എടുക്കുന്നത്. കാരണം സംഭവം റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ വേറെ ആളില്ല, വേറെ ആരുമില്ല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് സാലറി ഇല്ല, പിന്നെ അതിൻ്റെ ഒരു എഫേർട്ട് എടുക്കണം. ഞായറാഴ്ച ദിവസം ഓൾമോസ്റ്റ് പകുതി ദിവസവും ഇതിനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ മെനക്കെട്ട് വരാൻ ആരും തയ്യാറല്ല. അപ്പം നോക്കുമ്പോൾ എന്ത് കാണുന്നു, അച്ഛൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റർ നോക്കുമ്പോൾ ഓക്കെ ഇവൻ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ പള്ളിയിലൊക്കെ വരുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ക്ലാസ് എടുത്തോ എന്ന് പറഞ്ഞ് ഈ കാറ്റഗിസത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവിടെയാണ് അപകടം സംഭവിക്കുന്നത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ വരുന്നതുകൊണ്ട് ഇവർക്ക് സഭയുടെ പഠനങ്ങളും എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരെന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, അവരുടെ ഭർത്താവ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്ന വ്യക്തിയാണ്, ഫ്രണ്ടിൽ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, എപ്പോഴും പള്ളിയിൽ വരുന്ന വ്യക്തിയാണ്, പിന്നെ എന്താണ് അപ്പോൾ ഈ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണത്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പുള്ളി പറയണത് മരണാനന്തര ജീവിതമില്ല എന്നാണ്. മരിച്ച ശേഷം ഒന്നുമില്ല, ഇവിടത്തോടെ തീർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എന്തിനായിരിക്കും ഇദ്ദേഹം പള്ളിയിൽ വരുന്നത്, എന്താണ് ഇദ്ദേഹത്തെ പള്ളിയിലോട്ട് കൊണ്ടുവരുന്ന ഘടകം. വേറൊരു സ്ത്രീ ഇതേപോലെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇവിടെ മരണശേഷം സ്വർഗ്ഗ നരകമൊക്കെ ഉണ്ടെന്ന് എന്താ തെളിവ്, എന്താ ഉള്ളത് എന്ന്. പക്ഷേ ഇവരും എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വഴി കൂടെ പോകുന്നതിനെ പിടിച്ചിട്ട് എടാ നീ ഫ്രീ ആണോ സൺഡേ, ഒന്ന് കാറ്റഗിസ് എടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങി നമ്മുടെ അപജയം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം രൂപതാ തലത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളാണ്. കാറ്റഗിസം ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഇടവകയിലെ വൈദികനെങ്കിലും 1 മുതൽ 12ാം ക്ലാസ് വരെ ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്ത് ബേസിക് ആയിട്ടുള്ള കാറ്റഗിസത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ഡോഗ്മാസിലൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അവരെ ഇതിലൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആൾക്കാരെ കിട്ടുന്നില്ല എന്നുള്ളത്. ഇഷ്ടം പോലെ വൈദികരിയും കന്യാസ്ത്രീകളെയും കൊണ്ട് കേരള സഭ സമ്പന്നമാണ്. ഞായറാഴ്ച ദിവസം വൈദികരെടുത്തോ അല്ലെങ്കിൽ സെമിനാരി പഠിക്കുന്ന പിള്ളേരെടുത്തോ ബ്രദർമാരോ ഡീക്കന്മാരെടുത്തോ കാറ്റഗിസം ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. ഓരോ ഇടവകയുടെ അടുത്തും 1, 2, 3 കോൺവെൻറ്റുകൾ ഉണ്ടാവും. ആ സിസ്റ്റേഴ്സിന് ഈ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ മതിയാവില്ലേ? നമ്മുടെ വിശ്വാസം കൈമോശം വരാതെ അത് മുന്നോട്ട് പോകത്തില്ലേ? അപ്പം ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം വരുന്നത്. പിന്നെ രണ്ടാമത്തത് അപ്പോളജിറ്റിക്സ്. വിശ്വാസത്തെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇന്ന് ഒരു യുവാവിന് ഒരു വിശ്വാസത്തെ പറ്റി ഒരു ഡൗട്ട് അവന് തോന്നുവാണ്, അവൻ ആരുടെ അടുത്തോട്ട് ചെല്ലും? പലരും എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് നിങ്ങളുടെ വിശ്വാസത്തെ ഡൗട്ട് തിരുത്തേണ്ടതോ അല്ലെങ്കിൽ ഇതിന് ആധികാരികമായിട്ട് പറയേണ്ട വ്യക്തി ഞാനല്ല, അത് നിങ്ങളുടെ വൈദികനാണ്, നിങ്ങളുടെ വികാരിയച്ഛനാണ്. അപ്പം നിങ്ങൾ വികാരിയച്ഛൻ്റെ പോയിട്ട് നേരിട്ട് സംസാരിക്കുക. പക്ഷേ വികാരിയച്ഛനെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഞാൻ പറയുന്നത്, നിങ്ങൾ ബിഷപ്പിന് മെയിൽ അയക്ക്. അതെനിക്ക് പറയാൻ പോലും പറ്റത്തില്ല. കാരണം ഞാനൊരു മെയിൽ അയച്ചിട്ട് ഇതുവരെയായിട്ടും മറുപടിയിലും കിട്ടിയില്ല. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഡൗട്ട് വരുമ്പോൾ
ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു വേദിയില്ല. അപ്പം ഇവിടെ ലിയോ പാപ്പ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. സുവിശേഷ പ്രഘോഷണം ഫലപ്രദമാകണമെങ്കിൽ ഇടവക കൂട്ടായ്മ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും യുവജനങ്ങളെ ശ്രവിക്കാൻ സമയം കണ്ടെത്തുക പ്രധാനപ്പെട്ട കാര്യമാണെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ഡൗട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ മാസത്തിലൊരു മീറ്റിംഗ് വെക്കാം, യുവാക്കൾക്ക് നിങ്ങൾക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാൻ ഉത്തരം തരുന്നതായിരിക്കും എന്ന്. ഇന്നെന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ഡൗട്ട് വരുമ്പോൾ നേരെ യൂട്യൂബിലോട്ട് പോകുന്നു. യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ വ്യക്തി പറയുന്ന കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു കത്തോലിക്കനായിട്ടുള്ളൊരു വ്യക്തി, വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി എന്നോട് പറഞ്ഞിരിക്കുകയാണ്, അഷിക മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നരകത്തിൽ പോവും, നരകത്തിൽ സ്വർഗത്തിൽ പോകുന്നുണ്ടോ? ഇല്ലല്ലോ, അന്ത്യവിധിക്ക് ശേഷമല്ലേ ഇത് സംഭവിക്കുന്നത് എന്ന്. പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെയും വിശ്വസിക്കാം. അപ്പം മരണശേഷം ആത്മാവ് നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ സ്വർഗത്തിലോ പോകുന്നില്ല എന്നീ കത്തോലിക്ക വിശ്വസിക്കുമ്പോൾ ഇവനെ എങ്ങനെയാണ് ഇവൻ്റെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇവൻ എങ്ങനെ കുർബാനയിൽ അറ്റൻഡ് ചെയ്യുന്നത്? എങ്ങനെ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദികളില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ നമ്മുടെ സഭയിൽ കാണുന്ന റിലേറ്റിവിസം, അതായത് എന്നെ സംബന്ധിച്ചത് പാപമാണ്, പക്ഷെ നിന്നെ സംബന്ധിച്ച് അത് പാപമാവണമെന്നില്ല എന്ന്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് എപ്പോഴും വിവാദമായിക്കൊണ്ടിരിക്കുന്ന വിഗ്രഹാർപ്പിത ഭക്ഷണം. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടു, ഒരു വൈദികൻ്റെ കുറേ ദിവസം മുൻപ് ഇട്ട വീഡിയോ ആണ്. അതായത് അരവണം കഴിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിടത്തോളം വളരെ ആത്മാർത്ഥമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സുവിശേഷ വേലയെ ലക്ഷ്യമാക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതൊരു വിഗ്രഹമായി മാറുന്ന ആൾക്കാരുണ്ട്. അതായത് കുറച്ച് ഫോളോവേഴ്സും കുറച്ച് ലൈക്കും കുറച്ച് സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഈ ലൈക്കും ഫോളോവേഴ്സൊക്കെ കിട്ടിയത് ഏതെങ്കിലും ഒരു ഡാൻസ് സിനിമാ പാട്ടിന് നൃത്തം ചെയ്തുകൊണ്ടായിരിക്കാം ആ വൈദികന് ലൈക്ക് കിട്ടിയതോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടിയതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോകത്തിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോകത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് ചിലർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കാർ നിരന്തരം പറയുന്ന കാര്യങ്ങൾ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഫീഡ് ചെയ്യുന്നു. അപ്പോൾ അത് കൂടുതൽ വൈറലാവും. സെക്യുലർ ലോകത്തിന് അത് കൂടുതൽ സ്വീകാര്യമാണ്. അപ്പോൾ അരവണം കഴിച്ച കുഴപ്പമില്ല, എനിക്ക് എത്ര വേണേലും തന്നെ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് വൈദികൻ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കേരള സഭയിലെ ധ്യാന കേന്ദ്രങ്ങൾ 110 ധ്യാന കേന്ദ്രങ്ങളിലും പറയുന്നത് ഇത് കഴിക്കരുതെന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വളരെ പ്രശസ്തനായിട്ടൊരു ബിഷപ്പ് വളരെ പ്രശസ്തമായിട്ടുള്ള ചാനലിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇത് കഴിക്കാം, വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാം, അത് ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിച്ചോ, ഒരു പ്രശ്നമില്ല. അത് ഒരു വിഗ്രഹാർപ്പിത ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. എനിക്ക് ഇത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് റിലേറ്റിവിസം, ഹെറസി ഓഫ് റിലേറ്റിവിസം. ഇത് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ്, പക്ഷേ നീ ഇത് വെറും ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. നീ വിഗ്രഹാർപ്പിത ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിക്കുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ എക്സാമ്പിളാണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഒരു എലിവിഷം വാങ്ങിച്ചു കൊണ്ടുവരുന്നു. എലിവിഷം വാങ്ങിച്ചിട്ട് കൊടുക്കുക, ഇത് പറഞ്ഞ് ഇതേ ആൾക്ക് കൊടുക്കുക, എന്നിട്ട് പറയാം സംഭവം ഇത് എലിവിഷമാണ്, പക്ഷേ തേനാന്ന് വിചാരിച്ചങ്ങ് കഴിച്ചു. എനിക്കിത് വിഷമാണ്, പക്ഷേ പിതാവിനെ സംബന്ധിച്ച് ഇത് തേനാന്ന് വിചാരിച്ച് കഴിച്ചോ, അത് പറ്റത്തില്ല. അതെന്താ പരിപാടിയാണ്? അപ്പോൾ വിഗ്രഹാർപ്പിത ഭക്ഷണം ഞാൻ വിഗ്രഹാർപ്പിത ഭക്ഷണമല്ല എന്ന് വിചാരിച്ച് കഴിച്ചാലൊരു കുഴപ്പമില്ലെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത് തേനാന്ന് വിചാരിച്ചാൽ കഴിച്ചോന്നേ, പറ്റത്തില്ല. ഇതാണ് കേരളത്തിലെ ഹെറസി ഓഫ് റിലേറ്റിവിസം. വളരെ ഒരു അപകടം പിടിച്ചൊരു സംഭവമാണിത്. ഓണവും മറ്റു കാര്യങ്ങളിൽ ഇതിൻ്റെ കൂടെ വരും. ഇത് പിന്നീട് നമ്മൾ എത്തിക്കുന്നത് പാഗനിസത്തിലോട്ടാണ്. ഇത് ഒരാളെ എത്തിക്കുന്നത്, ഒരു വിശ്വാസം എത്തിക്കുന്നത് വിജാതീയ വൽക്കരണത്തിലോട്ടാണ്. പേര് കൊണ്ടും രജിസ്റ്റർ ബുക്കിലെ പേരൊക്കെ കൊണ്ട് ക്രിസ്ത്യാനിയാണ്, പക്ഷേ ജീവിതം കൊണ്ട് അവൻ പോലും അറിയാതെ ഒരു വിജാതീയനായി മാറിക്കഴിഞ്ഞു. എല്ലാവിധ പരിപാടികളിൽ വിജാതി ആഘോഷങ്ങളെല്ലാം പങ്കെടുക്കും, അറ്റ് ദ സെയിം ടൈം കുർബാനയ്ക്ക് വരികയും ചെയ്യും. മറ്റൊന്ന് ഏറ്റവും അപകടം പിടിച്ച് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. നമ്മുടെ കത്തോലിക്കരുടെ ഇടയിൽ അത് കുറവായിരുന്നു, പക്ഷേ അതിപ്പോൾ കൂടി വരുന്നു. മറ്റൊന്നുമല്ല, പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമൃദ്ധിയുടെ സുവിശേഷം. അതായത് നിത്യജീവൻ, നിത്യരക്ഷ, നരകം, സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, മരണാനന്തര ജീവിതം, കൂദാശകളെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ടുള്ള ലൈഫ്, ഇതൊന്നും വേണ്ട. പകരം
കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 1000 തവണ ഈ വചനം എഴുതിയാൽ കാര്യം സാധിക്കും. ഈ പ്രത്യേക നൊവേന ഇത്ര ദിവസം ചൊല്ലിയാൽ കാര്യം സാധിക്കും. ഈ പ്രത്യേക രീതിയിലുള്ള ഭക്താഭ്യാസം ഇങ്ങനെ ചെയ്താൽ കാര്യം സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ഈശോയോട് പറഞ്ഞ് വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഈ കാണുന്ന സംഭവങ്ങളെല്ലാം, ഈ സെറ്റപ്പെല്ലാം ഞാൻ ഈശോയോട് ചോദിച്ചിട്ട് തന്നെയാണ് വാങ്ങിയതും എനിക്ക് ആളുകൾ തന്നിട്ടുള്ളതും. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഫോക്കസ് ഇതിലോട്ട് മാത്രം നമ്മുടെ പ്രശ്നം. നമ്മുടെ ഫോക്കസ് ഇതിലോട്ട് മാത്രമാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഞാൻ ഈശോയുടെ കാര്യം ചോദിക്കുന്നു, എനിക്ക് ഈശോ തന്നില്ല. ഈശോ എനിക്കത് തരാതിരിക്കുമ്പോഴും എനിക്ക് കുർബാനയ്ക്ക് ഈശോയുടെ യാതൊരു സ്നേഹം കുറയാതെ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നുണ്ട്. ജപമാല മുടങ്ങുന്നില്ല. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ ലക്ഷ്യം ഈശോയുടെ കയ്യിലുള്ള സാധനമല്ല, ഈശോയെ തന്നെയാണ്. എന്നാൽ ഈശോയോട് ചോദിച്ചു, വളരെ ആഗ്രഹത്തോടെ ചോദിച്ചു, പക്ഷേ കിട്ടിയില്ല. അടുത്ത ദിവസം കുടുംബ പ്രാർത്ഥനയില്ല. അടുത്ത ദിവസം മുതൽ കുർബാനയ്ക്ക് പോകുന്നില്ല. ഈശോയുടെ പരാതിയും പരിഭവവും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ലക്ഷ്യം വെച്ചത് ഈശോയുടെ കയ്യിലുള്ളതാണ്. ഇവിടെയാണ് ഈ അപകടം. ഇത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. ഇതാരും കുറ്റപ്പെടുത്താൻ പറയണതല്ല. നമ്മുടെ മൈൻഡ് സെറ്റ് മാറിപ്പോയി. നമ്മളെ ലക്ഷ്യം യേശുവിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലെവലിലോട്ട് നമ്മൾ വന്നു പോയി എന്നുള്ളതാണ്. ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ യേശു ഏൽപ്പിച്ച മിഷൻ, സുവിശേഷ വേല നമ്മൾ എത്ര ഫലപ്രദമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനാണോ ഞാൻ ചെയ്യുന്നത്? അതോ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി സകല പ്രാർത്ഥനകൾ നമ്മൾ നടത്തുന്നു? ഞാൻ നൊവേനയൊക്കെ ചൊല്ലാറുണ്ട്. വിശുദ്ധരൊക്കെ നൊവേനയൊക്കെ ചൊല്ലിയിരുന്നത് ഏതെങ്കിലുമൊക്കെ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താനായിരുന്നു വിശുദ്ധർ നൊവേന ചൊല്ലിയിരുന്നത്. പക്ഷേ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാകുമ്പോഴാണ് പ്രശ്നം. അതിൻ്റെ കൂടെ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും. അന്തോണിസ് പുണ്യാളനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സാധനം കാണാതെ പോകുമ്പോൾ മാത്രം. എന്നാൽ നമ്മുടെ പിള്ളേർ, നമ്മുടെ ജീവിത പങ്കാളി ഇതേപോലെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ അന്തോണിസ് പുണ്യാളനടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ കണ്ടെത്തി തരാൻ? ഇല്ല. പുണ്യാളൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ താക്കോല് കാണാതാവാനോ റിങ് കാണാതാവുമ്പോഴും തപ്പിക്കണ്ടുപിടിക്കാനാണ് ഞാനും ചോദിക്കാറുണ്ട്. ഞാനും അതുകൊണ്ട് സുനാഥത്ത് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം അവിടെ നിന്ന് മാറിപ്പോകും. അപ്പം ലിയോ പാപ്പ പറയേണ്ടത് സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് സത്യമാണ്. ഇപ്പം സൊസൈറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, സമൂഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ. സ്ട്രോങ് മെൻ ക്രിയേറ്റ്സ് ഗുഡ് ടൈം. ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ. വീക്ക് മെൻ ക്രിയേറ്റ്സ് ഹാർഡ് ടൈം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ കാര്യം മാത്രം നമ്മൾ നോക്കുക. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി ഒരു ബ്രെഡ് കഷ്ണത്തിന് വരെ യാചിച്ചിരുന്ന ആ ജർമ്മനി ഇന്ന് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ട് മാറി, ഹൈടെക് സിറ്റി ആയിട്ട് മാറി, എല്ലാം കൊണ്ട് വെൽ ഡെവലപ്ഡായി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഹാർഡ് ടൈംസ് ക്രിയേറ്റ് ഗുഡ് മെൻ. ആ ഗുഡ് മെൻ അല്ലെങ്കിൽ സ്ട്രോങ് മെൻ ക്രിയേറ്റ്സ് ഗുഡ് ടൈം. നല്ല കാലം അവർ സൃഷ്ടിച്ചു. എന്നാൽ ഗുഡ് ടൈം ക്രിയേറ്റ്സ് വീക്ക് മെൻ. നല്ല കാലം ഉണ്ടാകുമ്പോൾ, എല്ലാം സമൃദ്ധമായി ഉണ്ടാകുമ്പോൾ മടിയന്മാരാകും ആളുകൾ. അവരെന്തായി? വീക്കായി, എല്ലാ അർത്ഥത്തിലും വീക്കായി. ആ വീക്കായിട്ടുള്ള മനുഷ്യർ ഇന്ന് എന്ത് ചെയ്യുന്നു? വളരെ ദുർഘടം പിടിച്ച കാലഘട്ടം ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഉള്ളത്. ഇതാണ് സൊസൈറ്റിയുടെ കാര്യം. നമ്മളിനി സഭയുടെ കാര്യത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം, ഇപ്പോൾ പാപ്പ പറഞ്ഞൊരു കാര്യം, കൂദാശ പരികർമ്മം ചെയ്ത്, അതായത് കൂദാശ മാത്രം പരികർമ്മം ചെയ്തുകൊണ്ട് വിശ്വാസം ഇനി ആൾക്കാരിലോട്ട് എത്തത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ പ്രായോഗികമായിട്ട് വചനം പ്രഘോഷിക്കണമെന്നുള്ള ഇത് ഇവാഞ്ചലൈസേഷനാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കൂ. മിഷനറിമാർ വരുന്നു, അവർ ഈ ഒരു പാഗൻ സമൂഹത്തിലോട്ട് വരുന്നു, യേശുവിനെ പറ്റി പറയുന്നു, അവർ മാമോദീസ നൽകുന്നു, പിന്നീട് അതൊരു സഭയായി മാറുന്നു. സഭ എന്ന് പറയുന്നത് കുടുംബങ്ങൾ ചേർന്നതാണ്. കുടുംബത്തിൽ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്നു, കുടുംബത്തിൽ നിന്ന് വൈദികരുണ്ടാവുന്നു, കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുന്നു. പിന്നീട് ഈ മക്കൾ മാതാപിതാക്കൾ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടാത്തത് കൊണ്ട് ഈ മക്കൾ പിന്നീട് ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ജീവിതം നയിക്കുന്നു, പാപത്തിലോട്ട് പോകുന്നു. ഇനി ഇവരെ എന്ത് ചെയ്യണം? വീണ്ടും ഇവാഞ്ചലൈസേഷൻ നടത്തണം. ഇതാണ് യൂറോപ്പിലെ അവസ്ഥ. ഇതാണ് കേരളത്തിൽ പതിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഇവിടെ പതിയെ വന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയിലൊന്നും പിള്ളേർ വരാനില്ല, ഉള്ള പിള്ളേരൊക്കെ പുറത്താണ്. ബാക്കിയുള്ള പിള്ളേരാണെങ്കിലും ഒരുപാട് സ്ട്രെസ്സിലും ഡിപ്രഷനിലും നിരീശ്വരവാദത്തിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം
അവരെ ഇനി ഇവാഞ്ചലൈസേഷൻ ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തുടങ്ങേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തെ ഒരു പ്ലാൻ ഇട്ടിട്ട് 1ാം ക്ലാസ് മുതൽ തുടങ്ങിയാൽ 2036 ആകുമ്പോഴെങ്കിലും നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരും. അപ്പോൾ പാപ്പ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടത്തെപ്പറ്റി കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും ബെനഡിക്താ തുൻ മൊളിയരിബൂസ് എഡ് ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെന്ത്രീസ് തു യേസൂസ് സാങ്ക്താം മരിയ മാതർ ദൈ ഒരാ പ്രൊനോബിസ് പെക്കാത്തോരിബൂസ് നൂങ്കിയത്തിനോര മോർത്തിസ് നോസ്ത്രേ ആമേൻ വിവ ക്രിസ്റ്റോറെ.